പ്രസക്തമല്ല. നിങ്ങൾക്ക് എന്റെ ഓഡിയോ പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. എന്താണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ കോഴ്സിനകത്ത് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്കൂളിനകത്തൊരു പത്രം ജിംബ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. ജിംബ് സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും നമ്മുടെ വിൻഡോസിനകത്തും ഉബുണ്ടുവിനകത്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത്. അപ്പോ ജിമ്മിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോഷോപ്പിലും അതേപോലെ നമ്മൾ മറ്റു പല വലിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തൊക്കെ ഉപയോഗിക്കുന്ന പല ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളും പൈസ കൊടുത്ത് മേടിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ ആ ഒരു ചെലവ് സത്യത്തിൽ എന്തിനില്ല നമ്മുടെ ജിം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനില്ല. അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ ഇപ്പോ എൻ്റെ സ്കൂളിനകത്ത് 3ാം ക്ലാസ്സിനകത്ത് പഠിപ്പിക്കുകയും ഒപ്പം എൻ്റെ ഫ്രീ ടൈമിൽ എനിക്കൊരു രസത്തിന് ഡിസൈനിങ് ജോലികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിലെ പ്രൊഫഷണലി നമുക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പൊ ഇത് ചെയ്യാൻ എന്നെ സഹായിച്ച ഘടകം എന്തായിരുന്നു എന്നുള്ള ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. ഞങ്ങള് ITയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കോളേജ് മാഗസിൻ ഉണ്ടാക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നു. മാഗസിൻ എഡിറ്റർ ആയിരിക്കുന്ന ഒരു ചുമതല ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡിസൈൻ ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ മാറ്റർ കാണാനും ആ മാറ്റർ വായിക്കാനും അയാൾ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ പ്രോസസ് എങ്ങനെയാണെന്ന് കാണാൻ ഏകദേശം ഒരു മാസക്കാലം നമുക്ക് അവസരം ഉണ്ടായി. അപ്പൊ അങ്ങനെ അയാളുടെ കയ്യിൽ അന്ന് ഏത് സോഫ്റ്റ്വെയർ ആണ്, അയാളുടെ കയ്യിൽ ഏത് ടൂളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പക്ഷെ അയാൾ എന്താണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഇരുത്തം, അതായത് ഒരു ഡിസൈനറുടെ അടുത്ത് ഞാൻ കുറച്ച് സമയം ഇരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കേട്ടതുകൊണ്ട് ഒരിക്കലും നാളെ പോയിട്ട് നിങ്ങൾക്ക് ജിംബിന്റെ എല്ലാ സാധനങ്ങളും പഠിക്കാനോ അല്ലെങ്കിൽ എല്ലാ ഡിസൈനിങ് കാര്യങ്ങളും പൂർണ്ണമായിട്ടും ചെയ്യാനോ കഴിയും എന്ന് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഡിസൈനിങ് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാവുകയും പതിയെ പതിയെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് ഞാൻ ഇതിനകത്തൂടെ പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ തുടക്കക്കാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അഡ്വാൻസിൽ നിൽക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഇന്റർമീഡിയറ്റിൽ നിൽക്കുന്ന ആളായിരിക്കാം. നിങ്ങൾക്കിത് ഒന്ന് കണ്ടു നോക്കാം എന്ന് ഉള്ള ഒരു ഇൻട്രസ്റ്റിൽ മാത്രം നിങ്ങളുടെ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോ ജിം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനിടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മൈക്ക് ഓൺ ആക്കിയിട്ട് ഒരു സംശയം ചോദിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിനിടയിൽ എപ്പോ വേണമെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഈ കോഴ്സ് എന്താണ്, ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ജിമ്മിന്റെ സോഫ്റ്റ്വെയർ സ്ക്രീന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഈ സ്ക്രീന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഫോണിനകത്ത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടത്ര ഒരു വലിപ്പത്തിൽ ഇത് കാണാൻ കഴിയണം എന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീന് മൊത്തമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സ്ക്രീന് കാണാൻ കഴിയുന്നുണ്ട്. ഗൂഗിൾ എന്നാണ് എഴുതിയത് കാണുന്നത് എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ ലളിത ടീച്ചർ? ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞാൽ. ഓക്കെ, ഫൈൻ. നമുക്ക് ജിംബ് നിങ്ങളുടെ കയ്യിൽ ഒന്നെങ്കിൽ സ്കൂളിലെ ലാപ്ടോപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ പേഴ്സണൽ ലാപ്ടോപ്പ് ഉണ്ടാകും. ഏത് ലാപ്ടോപ്പ് ആയി കഴിഞ്ഞാലും നമുക്ക് ജിംബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ ഉബുണ്ടു ആണെങ്കിൽ അതിനകത്ത് സാധാരണ ജിംബ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ ഉബുണ്ടുവിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജിംബ് ഉണ്ടാകുക എന്ന് ഞാൻ വേണമെങ്കിൽ എന്റെ ഉബുണ്ടുവിന്റെ കമ്പ്യൂട്ടർ സ്ക്രീന് ഒന്ന് ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു നിമിഷം.
ഉബുണ്ടുവിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവുന്നേ. ഉബുണ്ടു എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ IT കോഴ്സിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന്റെ സോഫ്റ്റ്വെയർ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിപ്പോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ഉബുണ്ടുവിന്റെ പുതിയൊരു വെർഷനാണ് ഇവിടെ കാണാൻ പോകുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഉബുണ്ടു സ്ക്രീന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. ഉബുണ്ടു സ്ക്രീൻ വന്നിട്ടില്ലല്ലോ? വരും ഉടനെ വരും. യെസ്, വന്നില്ലേ? ഉബുണ്ടു വന്നില്ലേ? ഇതാണ് ഇപ്പോഴത്തെ പുതിയ വേർഷൻ ഉബുണ്ടു. വന്നിട്ടില്ലാത്ത ആളുകൾ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണാം. ഇപ്പൊ എല്ലാവർക്കും വന്നു. വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്നു. ഈ റെക്കോർഡിംഗ് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബില് നമ്മൾ ഭാവിയിൽ അടുത്തൊരു ബാച്ചിന് ഇപ്പൊ 3000 പേരാണ് നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സുകളിലുള്ളത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ കാണാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് റെക്കോർഡിംഗ് ക്ലാസ് ആയിട്ട് അയച്ചു കൊടുക്കുന്ന രീതിയിൽ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് കൂടെ അറിയിക്കുന്നു. അപ്പോ ഈ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ജിംബ് ഓൾറെഡി ഉണ്ട്. ജിംബ് കണ്ടുപിടിക്കാൻ ഇവിടെ ഷോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് ഇവിടെ മുകളിൽ ജിംബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജിംബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ GNU ഇമേജ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുറുക്കന്റെ ബ്രഷ് പിടിച്ചിരിക്കുന്ന ഈ ഐക്കൺ കാണാം. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിംബ് തുറന്ന് വരും. എന്റെ സിസ്റ്റം കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് അത് തുറന്നു വരാത്തത്. അതിപ്പോ തുറന്നു വരും. അത് അവിടെ തുറന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇതാണ് ഒരു സാധാരണ ജിംബിന്റെ ഒരു ഇന്റർഫേസ്. ഇത്രയേ ഉള്ളൂ ഉബുണ്ടുവിൽ ജിംബ് തുറക്കാൻ. ഇപ്പൊ ഓൾറെഡി അതിനകത്ത് ജിംബ് ഉണ്ട്. അഥവാ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾക്ക് ജിംബ് ഇല്ലെങ്കിൽ ഇതിനകത്ത് സോഫ്റ്റ്വെയർ സെന്റർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സോഫ്റ്റ്വെയർ സെന്റർ ഈ കാണുന്നതാണ് സോഫ്റ്റ്വെയർ സെന്റർ. ഇതിന്റെ സോഫ്റ്റ്വെയർ കേൾക്കാം? ചോദിച്ചോളൂ. പഴയ വേർഷനിൽ കിട്ടൂലേ 18. പഴയ വേർഷനകത്തും ജിമ്മുണ്ട്. അവിടെ നിങ്ങൾ ഈ സൈഡിൽ കുറെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാനിപ്പോ മൗസ് വെച്ചെടുത്തില് അവിടെ ആ ഭാഗത്ത് ആപ്ലിക്കേഷൻസിനകത്ത് ജിംബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓഫീസിനകത്തോ ഗ്രാഫിക്സിനകത്തോ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജിംബ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഞാനൊരു കാര്യം ചെയ്യാം. പഴയ വേർഷൻ ഇപ്പോ എന്റെ കയ്യിൽ ഇല്ല. പഴയ വേർഷന്റെ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. ജിംബ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ. അപ്പൊ ഓപ്പൺ ചെയ്യാൻ വലിയ പ്രയാസമില്ല. ഗ്രാഫിക്സിനകത്താണ്. ഇവിടെ മുകളിൽ ഞാനിപ്പോ മൗസ് വെച്ച ഭാഗത്ത് ആക്ടിവിറ്റീസ് എഴുതിയ ഭാഗത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അവിടെ ഗ്രാഫിക്സിനകത്ത് ജിംബ് ഉണ്ടാകും. ആ ജിംബ് തുറന്നാൽ മതി. യെസ്, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഇത് സോഫ്റ്റ്വെയർ സെന്റർ ആണ്. സോഫ്റ്റ്വെയർ സെന്റർ പോയിട്ട് നമുക്ക് ജിംബ് ഇൻസ്റ്റാൾ ചെയ്യാം. പഴയ വേർഷനിലാണെങ്കിൽ പഴയ ജിംബാണ് ഉണ്ടാവുക. പുതിയ വേർഷനിൽ പുതിയ ജിംബാണ്. അപ്പൊ എന്തായാലും പഴയ അവിലാണോ പുതിയ അവിലാണോ നമ്മൾ കഴിക്കുന്നത് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പുതിയ അവിൽ അല്ലെങ്കിൽ പുതിയ ജിംബ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് പുതിയതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയും. അപ്പൊ എനിക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനും മറ്റുമായിട്ട് ഞാൻ വിൻഡോസിന്റെ സ്ക്രീനിനകത്തേക്കാണ് ഇനി എന്റെ വിൻഡോസിന്റെ സ്ക്രീനാണ് ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് വിൻഡോസിലായതുകൊണ്ട് ഞാൻ വിൻഡോസിന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് ജിമ്മിനകത്തേക്ക് വരികയാണ്. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് വിൻഡോസിലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണോ? ഇത് രണ്ടിലും ഉപയോഗിക്കാം. ജിംബ് വിൻഡോസിനകത്തും ഉബുണ്ടുവിനകത്തും ഉപയോഗിക്കാം. ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിൻഡോസിനകത്ത് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിളിനകത്ത് കയറിയിട്ട് ജിംബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ jimb.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം jimb.org. ഈ വെബ്സൈറ്റ് തുറന്ന് നമുക്ക് വേണമെങ്കിൽ ജിംബ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാകും. ഇപ്പോ 2.1038 എന്ന് പറയുന്ന ഒരു വേർഷനാണ് ഇവിടെ കാണുന്നത്. ആ വേർഷൻ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഡൗൺലോഡ് ജിംബ് വഴി ഡയറക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ ഡൗൺലോഡ് ആകും. അത് സാധാരണ രീതിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് വരും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു 2 മിനിറ്റ് സമയമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ജിംബ് നമുക്കിവിടെ തുറക്കാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ജിംബ് തുറന്നു വെക്കുന്നു.
ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നിങ്ങൾ ജിമ്മിന്റെ A to Z കാര്യങ്ങൾ പഠിക്കില്ല. ഒരു ഡിസൈനറുടെ അടുത്ത് നിങ്ങൾ ഒരു പത്രം ഉണ്ടാക്കുന്ന സമയത്ത് ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമായിരിക്കും ഇന്ന് ഉണ്ടാകുക. ഭാവിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനം ഇന്ന് നിങ്ങൾക്ക് കൊടുക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഈ ജിംബ് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഉണ്ടാവുക. നിങ്ങൾ ഫോണിലാണെങ്കിൽ ഫോൺ റൊട്ടേഷൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ജിംബ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്. ഇതിപ്പോ കറുത്ത ഇന്റർഫേസ് ആണ് അതിന്റെ പിറകിൽ ഉണ്ടാവുക. പഴയതാണെങ്കിൽ പുതിയ ഇന്റർഫേസ് അല്ല ഉണ്ടാവുക, വെളുത്തിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാവുക. ഇങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ആവശ്യത്തിനാണോ നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുന്നത്, ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്ത് വെക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ ഒരു പത്രം ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാണ്. ഇത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പത്രമാണ്. ഇവിടുത്തെ എൻ്റെ സുഹൃത്തിന്റെ ഒരു സ്കൂളായിട്ടുള്ള തളിര് എന്ന് പറയുന്ന ഒരു പത്രമാണ്. നിങ്ങൾക്ക് അത് കാണാമെന്ന് കരുതുന്നു. ഒരൊറ്റ പേജ് പത്രം, ഒരൊറ്റ വാർത്ത, ഒരു ഫോട്ടോ, ഒരു ഡേറ്റ്, സ്കൂളിന്റെ ഒരു ലോഗോ ഉണ്ടെങ്കിൽ അതുകൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാർത്ത. അപ്പൊ ഇങ്ങനൊരു പത്രം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഈ പത്രത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങളൊന്ന് വെറുതെ നോക്കിയിട്ട് ഈ പത്രം നോക്കിയിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് അത് കാണുന്നില്ലെങ്കിൽ സൂം ചെയ്ത് 2 വിരലോണ്ട് സൂം ചെയ്തൊക്കെ നോക്കാം. ഫോട്ടോ ഉണ്ട്, ആ ഹെഡിങ് ഉണ്ട്, ഹെഡിങ് ഉണ്ട്, വാർത്തയുണ്ട്, പിന്നെ തളിരി എന്നുള്ള നല്ല ഡിസൈൻ ചെയ്തൊരു ഇതുണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഹെഡിങ്, ഹെഡർ, തളിരി ഹെഡർ. പിന്നെ അടിയില് നമ്മള് പത്രത്തിൽ കാണുന്നതില്ലേ, ഇപ്പൊ റിപ്പോർട്ട് എന്നെല്ലാം കൊടുക്കുന്ന രൂപത്തിലുള്ള ഇതില്ലേ, അതല്ല ഡിസൈൻ താഴെ ദേശാഭിമാനിയെല്ലാം കാണുന്നതായിട്ട് പോസ്റ്ററില്ലേ, അതുണ്ട്. പിന്നെ മേലെ ഡേറ്റും കാര്യങ്ങളും. വെരി ഗുഡ്. അപ്പോ ഒരു ഡിസൈനിങ് അല്ല, പേജിന്റെ ബോർഡറിന് ഒരു പത്രത്തിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ട്. അതെ. അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു പത്രം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പത്രമായി എന്ന് വരില്ല, ചിലപ്പോൾ നോട്ടീസ് ആവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സാധനം ആവില്ല. അങ്ങനെ ആവാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും ഓരോ ഫോർമാറ്റ് പാലിക്കുന്നുണ്ട്. പത്രത്തിനൊരു ഫോർമാറ്റ് ഉണ്ട്, ന്യൂസ് നമ്മുടെ ഒരു കോളം വാർത്തക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നോട്ടീസിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ഫോർമാറ്റുകൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ഡിസൈനിങ്ങിലേക്ക് നമുക്ക് ചിലപ്പോൾ എത്താൻ കഴിയാത്തത്. അപ്പൊ നമ്മളൊരു പത്രമോ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്ററോ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ സാധനം നമ്മുടെ കയ്യിൽ എടുത്തു വെക്കുക, ഒരു ഡമ്മി. ആ ഡമ്മി നോക്കിയിട്ട് നമ്മൾ അതേ മോഡലിൽ നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാവും. കാരണം ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഇവിടെ ഒരു CMYK, അതായത് മഞ്ഞ, മജന്ത, സിയാനി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കളറുകൾ, ബ്ലാക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പത്രത്തിന്റെ ഒരു മോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ കൊണ്ടുവച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, വാർത്തയൊക്കെ വരും, പക്ഷെ അതിന്റെ ഒരു മോഡ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ വരില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഒരു പത്രം ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തില്ലെന്ന് ഒരു പക്ഷെ ആലോചിച്ചിട്ടുണ്ടാവില്ല, ഞാനും ആലോചിക്കില്ല. പക്ഷെ നിങ്ങളൊരു മോഡൽ പത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ലൊരു ആർട്ടിസ്റ്റ് കുറെ സമയം തല പോയി ആലോചിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നതിനാണ് മൂഡ് ബോർഡ് എന്ന് പറയാം. അതായത് നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരു മോഡൽ എടുത്ത് വെക്കുക, എന്നിട്ട് അത് നോക്കിയിട്ട് ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും എന്നാണ് ചുരുക്കി പറഞ്ഞത്. ക്ലിയർ? യെസ്. അപ്പോ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു വാർത്തയുടെ വിവരങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂളിനകത്ത് ഇന്ന് കുട്ടികൾ ക്ലേ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്ലേ ഡേ ആയിരുന്നു LKG UKG കുട്ടികളുടെ. അപ്പൊ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പക്ഷെ ഫോട്ടോസ് എടുത്തത് പത്രവാർത്തക്ക് വേണ്ടി ആയിരുന്നില്ല, ഇതൊരു സ്റ്റാറ്റസിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ച ഫോട്ടോസ് ഒക്കെ ആയിരുന്നു. അപ്പോ പരമാവധി നമുക്കതൊരു പത്രവാർത്തക്ക് വേണ്ടിയിട്ട് സജ്ജീകരിക്കണം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു വാർത്തയും എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്ന വാർത്ത ഒരു നിമിഷം ഇപ്പൊ എടുക്കാം. എഴുതി വെച്ചിരിക്കുന്ന വാർത്ത എങ്ങനെ നമുക്ക് ഒരു വാർത്ത ടൈപ്പ് ചെയ്യാന്ന്, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാന്ന് ഒന്ന് എളുപ്പം നോക്കാം. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക്
ടൈപ്പിംഗ് വെബ്സൈറ്റുകൾ ഏതെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ ഞാനിപ്പോ ഗൂഗിളിനകത്ത് കയറിയിട്ട് ഒരു ടൈപ്പിംഗ് വെബ്സൈറ്റ് ഉപയോഗിക്കാം. മലയാളം അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാനിപ്പോ സെർച്ച് ചെയ്യുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സെർച്ച് ചെയ്തു. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാനിവിടെ മലയാളത്തിൽ ഇവിടെ ലാംഗ്വേജ് ഒന്നാമത്തെ ഭാഗത്ത് മലയാളം എന്നാക്കിയിട്ട് ഞാനിവിടെ മലയാളം സെറ്റ് ചെയ്തിട്ട് എനിക്കിവിടെ മലയാളം ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോ പറഞ്ഞത് നമുക്ക് മലയാളം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ എന്താണ് വഴി? അതിനുള്ള ഒരു വഴിയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിന്റെ അഡ്രസ് ഇതാണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇത് ക്ലിയർ അല്ലേ? പലരും ഉപയോഗിക്കുന്നുണ്ടാകും ഒരു പക്ഷെ. അപ്പൊ എനിക്കിവിടെ മലയാളം അല്ലെങ്കിൽ മല എന്നൊക്കെ മാള ഓക്കെ. അപ്പൊ നമ്മള് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ എഡിറ്റ് ചെയ്ത് നോക്കണം, അങ്ങനെ ടൈപ്പ് ചെയ്യണം. ഈ ടൈപ്പ് ചെയ്യുന്ന കാര്യം വിശദമായിട്ട് പറയണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മതി സാർ. ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഇതാണ്, എനിക്ക് ടൈപ്പ് ചെയ്യേണ്ട വാർത്ത ഇതാണ്. കാർത്തികപ്പള്ളി നോർത്ത് MLP സ്കൂൾ എന്നുള്ള സാധനം, ഈ ഒരു വാർത്തയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോ കാർത്തികപ്പള്ളി നോർത്ത് MLP സ്കൂൾ. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ വെച്ച് നമുക്ക് വാർത്തയുടെ മൊത്തം മാറ്റർ ടൈപ്പ് ചെയ്ത് കാറ്റണം. ഞാൻ ടൈപ്പ് ചെയ്ത് കാറ്റുന്നത് മംഗ്ലീഷ്, അതായത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടാണ് കാറ്റുന്നത്. അതായത് ടൈപ്പ് ചെയ്തത് എന്റെ കീബോർഡിലാണ്, കമ്പ്യൂട്ടറിൽ കീബോർഡിലാണ്. പക്ഷെ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ അകത്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നോളൂ. അപ്പൊ എന്റെ മാറ്റർ മുഴുവനായിട്ട് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ മാറ്റർ. കാർത്തികപ്പള്ളി നോർത്ത് MLP സ്കൂൾ LKG UKG വിദ്യാർത്ഥികൾക്കായി ക്ലേ ഡേ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ കൈയക്ഷരങ്ങൾ രൂപപ്പെടുന്ന പ്രായമാണ് പ്രീ പ്രൈമറി. കൈവിരലുകളിലെ പേശികൾ വികസിക്കുന്നതിനും വഴക്കത്തിനും കുട്ടികളുടെ സർഗ്ഗശേഷി വികസിപ്പിക്കുന്നതിനുമാണ് ക്ലേ ഡേ വർക്ക്ഷോപ്പ് നടത്തുന്നത്. കുട്ടികൾ നിർമ്മിച്ച ക്ലേ ആർട്ട് വർക്കുകൾ ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ പ്രദർശിപ്പിച്ചു. വരും ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇത്രയും കാര്യമാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് ഈ ടൈപ്പ് ചെയ്ത സാധനം കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാൻ എന്ത് ചെയ്യാം? ഈ ഭാഗം മുഴുവൻ സെലക്ട് ചെയ്യണം. ഞാൻ മൗസിന്റെ കീ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കോപ്പി എന്നുള്ള രീതിയിൽ അത് മൗസ് കൊണ്ട് കോപ്പി ചെയ്യുന്നു. അങ്ങനെ കോപ്പി ചെയ്തിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? ജിമ്മിനകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട പത്രമാണ്. ഈ പത്രം തൽക്കാലം നമ്മൾ അവിടെ സൈഡിൽ വെക്കുന്നു. നമ്മൾ പുതിയൊരു ക്യാൻവാസ് സെറ്റ് ചെയ്യണം. പുതിയൊരു ക്യാൻവാസ് സെറ്റ് ചെയ്യാൻ ഇതേപോലെ ഒരു വെള്ള പേപ്പർ സെറ്റ് ചെയ്യണ്ട നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫയലിനകത്ത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഞാൻ ഒരു കോർണറിൽ ഫയൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഫയൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആണ്. അപ്പൊ ഇവിടെ ടെംപ്ലേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിത് ഭാവിയിൽ A4 പ്രിന്റ് അടിക്കുകയാണെങ്കിൽ A4 എന്ന് പറയുന്ന A4 300 PPI എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് അത് ചെറിയ ഫോണിൽ കാണില്ല. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് കാണാൻ കഴിഞ്ഞാൽ നന്നാകും. ഫോണിൽ നിങ്ങൾക്ക് 2 വിരൽ കൊണ്ട് വേണം സൂം ചെയ്ത് നോക്കാം. A4 എന്ന് പറയുന്നത്, അതായത് ഒരു ടെംപ്ലേറ്റ് എടുത്തു. എനിക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് എടുത്തു. ഇവിടെ കുറെ ടെംപ്ലേറ്റ് ഉണ്ട്, അതിലൊരു ടെംപ്ലേറ്റ് എടുത്തു. ഇതിൽ ഏത് ടെംപ്ലേറ്റ് എടുത്തു, ഏത് സ്വിച്ച് ഞാൻ ഞെക്കി എന്നൊന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഞാനൊരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A4 സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ കൊടുത്തു. അപ്പൊ എനിക്ക് ഒരു ടെംപ്ലേറ്റ് വന്നു. ഇപ്പൊ ഇതിന്റെ കളർ ബ്ലാക്ക് ആണ്, ബ്ലാക്ക് കളറിലുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പൊ എനിക്ക് ഈ കളർ വൈറ്റിലേക്ക് കയറ്റി മാറ്റണം. ഞാൻ ഇവിടെ ബക്കറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ബക്കറ്റ് എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് ഇവിടെ മൗസ്, ഈ ഭാഗമാണ് ടൂളുകൾ. ഈ കോർണറിൽ ഇടതുവശത്ത് കോർണറിൽ ഞാനിപ്പോ മൗസ് അളക്കുന്ന ഭാഗത്താണ് ടൂളുകൾ കാണാം. അതിന് ഒരു ടൂളാണ് ബക്കറ്റ് എന്ന് പറയുന്ന ടൂൾ. ആ ബക്കറ്റ് എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് ഇവിടെ 2 കളറുകൾ കാണാം, ഒന്ന് കറുപ്പും ഒന്ന് വെള്ളയും. ഇപ്പൊ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. വെള്ള എടുത്ത് ഇവിടെ കളർ ഞാൻ വെള്ളയാക്കി. എന്റെ ക്യാൻവാസ് മൊത്തം വെള്ളയാക്കി. ഇനി ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ടെക്സ്റ്റുകൾ ഇനി ഞാൻ നേരത്തെ എഴുതി വെച്ച് ഈ ടെക്സ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇതാണ് ഒരു പ്രോസസ്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു ടെക്സ്റ്റ് വലിക്കാം. ഇവിടെ A എന്ന് പറയുന്ന എന്റെ ടൂൾ ബോക്സിനകത്ത് A എന്ന് പറയുന്ന ഒരു കള്ളിയുണ്ട്. ആ A എന്ന് പറയുന്ന ഒരു കള്ളിനകത്ത് ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ഇവിടെ ഞാൻ അത് പേസ്റ്റ് ചെയ്യാൻ. അപ്പൊ പേസ്റ്റ് ചെയ്യാൻ എന്റെ മൗസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് എന്ന് അടിച്ചു. അപ്പൊ നിങ്ങൾ ഇത്രകാരം പ്രോസസ്സ് ഒരുമിച്ച് പറയുമ്പോൾ
എനിക്ക് ആ ടൂൾ കിട്ടിയില്ല, ഈ ടൂൾ കിട്ടിയില്ല എന്നൊന്നും ബേജാറാവണ്ട. ഇതിന്റെ ഓരോ ടൂളിന്റെ വീഡിയോസ് നമുക്ക് ധാരാളമായിട്ട് യൂട്യൂബിനകത്ത് പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ മാത്രമായിട്ട് കണ്ടാൽ മതി. ഞാൻ ഈ പ്രോസസ്സ് എന്താണെന്ന് മാത്രം കാണിക്കുന്നു. അപ്പൊ എന്റെ കാർത്തികപ്പള്ളി നോർത്ത് MLP സ്കൂൾ ആ വാർത്തയുടെ മാറ്റർ അവിടെ വന്നു. എനിക്ക് ഇത് കുറച്ച് കറുപ്പോ അല്ലെങ്കിൽ നീലിയോ ഒക്കെ ആക്കി മാറ്റണമെങ്കിൽ ഞാൻ ഇവിടെ കറുപ്പ് കളർ മാറ്റണമെങ്കിൽ ഇവിടെ പല രീതിയിൽ കളർ മാറ്റാം. പൊതുവെ വായിക്കാൻ ഏറ്റവും നല്ല കളറ് വൈറ്റിൽ ബ്ലാക്ക് കളറാണ്. കാരണം പത്രത്തിന്റെ ഒക്കെ കളർ നോക്കിയാൽ മതി. എത്ര കളർ പേപ്പർ ആണെങ്കിലും അതിന്റെ വാർത്ത എപ്പോഴും ബ്ലാക്കിലാണ് ഉണ്ടാവുക. അത് റീഡിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബ്ലാക്കിൽ കൊടുക്കുന്നത്. നമുക്കിവിടെ ധാരാളം ഫോണ്ടുകൾ നമുക്ക് നമ്മുടെ ഉബുണ്ടുവിനകത്ത് ലഭ്യമാണ്. അതിൽ മലയാളം ഫോണ്ടുകൾ വിരലിൽ എണ്ണാവുന്ന ഫോണ്ടുകളേ ഉള്ളൂ. മഞ്ചരി ഒരു മലയാളം ഫോണ്ടാണ്. പക്ഷെ മഞ്ചരി എന്ന് പറയുന്നത് പഴയ ലിപിയിലുള്ള ഫോണ്ടാണ്. ഞാൻ ഇപ്പൊ മഞ്ചരി ഇട്ട് കാണിച്ചു തരാം. മഞ്ചരി ഇതൊരു പഴയ ലിപിയിലുള്ള ഒരു ഫോണ്ടാണ്, നിങ്ങൾക്ക് ഇവിടെ കാണും. അപ്പൊ അതിൻ്റെ അകത്ത് ചില ചിഹ്നങ്ങളൊക്കെ വരുമ്പോൾ പഴയ ലിപിയാണ് വരിക. അതേപോലെ വേറൊരു ഫോണ്ടാണ് ഉറൂബ്. ഇതൊക്കെ ജിമ്മിനകത്ത് ഓൾറെഡി ഉള്ള ഫോണ്ടുകളാണ്. നമുക്ക് പുതിയ ഫോണ്ട് വേണം നേരത്തെ. അപ്പോ എങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു പുതിയ ഫോണ്ടുകൾ ഉൾപ്പെടുത്താം? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ലഭ്യമായിരിക്കുന്ന ധാരാളം ഫോണ്ടുകളുണ്ട്. അതിലൊരു ഫോണ്ടാണ് അനേക് മലയാളം. ഇതൊരു പുതിയ ഫോണ്ടാണ്. അനേകിന്റെ ഒരു പുതിയ ഫോണ്ടാണ്. ഈ ഫോണ്ട് നമ്മൾ അനേക് മലയാളം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗൂഗിളിനകത്ത് ഫോണ്ട് വരും. ഇതൊരു കുറച്ചുകൂടെ ഭംഗിയുള്ള, എഴുതിയാൽ കുറച്ചുകൂടെ കാണാൻ രസമുള്ള ഒരു ഫോണ്ടാണ് അനേക് മലയാളം. അപ്പൊ ഇവിടെ ഗെറ്റ് ഫോണ്ട്, ഗൂഗിളിനകത്ത് ഗെറ്റ് ഫോണ്ട് എന്ന് ഞാൻ ഇവിടെ മൗസ് കാണാൻ നിങ്ങൾക്ക് ഗെറ്റ് ഫോണ്ട് നീലയിൽ കാണുന്ന ഭാഗം, ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫോണ്ട് ഡൗൺലോഡ് കൊടുക്കാന്ന്. ഇവിടെ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡായി. ആ ഡൗൺലോഡ് ആയിരിക്കുന്ന ഫയൽ ഒരു സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയത്. ഇത് കണ്ട, ഒരു സിപ്പ് ചെയ്തിരിക്കുന്ന ഫയൽ, അതിന് സിപ്പ് ഫയൽ എന്ന് പറയാം. ആ ഫയൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോൾഡറിന്റെ അകത്തേക്ക് ആക്കി മാറ്റി ഒരു ഫോൾഡറിന്റെ അകത്തേക്ക് കൊണ്ടുവെക്കാം. ആ ഫയൽ ഇതാ ഈ ഒരു ഫോൾഡറിനകത്തേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ അത് എന്ത് ചെയ്തു, ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തു. ആ സിപ്പ് തുറക്കാം. അപ്പൊ ആ സിപ്പ് തുറന്ന് അതിൻ്റെ അകത്ത് കുറച്ച് ഫയലുകൾ, ഇതാണ് മലയാളം ഫോണ്ടുകൾ. അത് മുഴുവൻ സെലക്ട് ചെയ്തു, ഇൻസ്റ്റാൾ കൊടുത്തു. ഇത് ആദ്യമായിട്ട് ജിംബ് സെറ്റപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഫോണ്ടുകൾ ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ജിംബ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സമയത്തൊന്നും ഈ ഫോണ്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ആ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തത്. ആ ഫോണ്ടുകളൊക്കെ ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ട്, അനേകിന്റെ ഫോണ്ടുകൾ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ട് ആക്റ്റീവ് ആകും. ഞാനിപ്പോ എന്റെ ഫോണ്ട് അനേകിലേക്ക് മാറ്റാം. അനേക് എന്ന് പറയുന്ന ഫോണ്ടിനകത്തേക്ക് മാറ്റി. അപ്പൊ ഫോണ്ടിന്റെ സ്റ്റൈൽ ഒന്ന് മാറിയത് കാണാം. ഫോണ്ടിന്റെ സൈസ് ഞാനൊന്ന് കുറച്ചു. ഇപ്പോ ഈ വന്നിരിക്കുന്ന വാർത്ത ഒരു സൈഡിലേക്കാണുള്ളത്, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. ഇപ്പൊ ജസ്റ്റിഫൈ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ടൂൾ ബോക്സ്, ഞാൻ ഇങ്ങനെ ഇളക്കുന്ന ഒരു സാധനം കാണാം. ഇതൊരു ടൂൾ ബോക്സ് ആണ്. ഇവിടെ ഞാൻ ഈ ഫോണ്ട് മുഴുവൻ സെലക്ട് ചെയ്ത്, ഈ എഴുതിയിരിക്കുന്ന ഭാഗം മുഴുവൻ സെലക്ട് ചെയ്ത് ഇവിടെ ജസ്റ്റിഫൈ എന്ന് കാണാം. ഫോൺ സ്ക്രീനിൽ ചെറുതാണ്, കമ്പ്യൂട്ടർ സ്ക്രീനിൽ അത് കാണാൻ പറ്റും. ജസ്റ്റിഫൈ, ഞാൻ അത് ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു 2 ലൈനിന്റെ ഉള്ളിലേക്ക് വന്ന് നിൽക്കുന്നത് പോലെ ജസ്റ്റിഫൈ ആയി. അപ്പൊ എന്റെ വാർത്ത എന്ത് ചെയ്തു, ഒന്ന് ജസ്റ്റിഫൈ വന്നു. വരാത്ത ഭാഗത്ത് എന്തെങ്കിലും ഒരു സ്പേസ് ഒക്കെ അധികം കൂടി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റിഫൈ ആവില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്, അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഹെഡിങ് വേണം. എന്താ ഒരു ഹെഡിങ്? നിങ്ങൾ ഒരു ഹെഡിങ് പറയൂ. ക്ലേ ഡേ ആണ് ആക്ടിവിറ്റി. LKG UKG കുട്ടികൾക്കാണ് ആക്ടിവിറ്റി. ഒരു ഹെഡിങ് പറയൂ, പത്രത്തിന് ഒരു ഹെഡിങ് പറയൂ. നിങ്ങൾ പറയുന്ന ഹെഡിങ് ഈ വാർത്തകൾ. ക്ലേ മോഡലിംഗ് പരിശീലനം. ഓക്കെ, ക്ലേ മോഡലിംഗ് പരിശീലനം. അപ്പൊ നമുക്കത് നമ്മൾ പരിശീലനം ശ്രദ്ധേയമായി. ഓക്കെ, അങ്ങനെ തന്നെ. ക്ലേ മോഡലിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെ പറയണേ. ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ ചാൻസ്.
ആദ്യം മൈക്കോൺ ആണ്. ഓക്കെ, ക്ലേ മോഡലിംഗ് പരിശീലനം. ശ്രദ്ധേയമായി ശ്രദ്ധേയമായി ക്ലേ മോഡലിംഗ് പരിശീലനം ശ്രദ്ധേയമായി. ഈ എഴുതിയിരിക്കുന്നതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കൂ. ഒന്നും കാണുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ, നമുക്കത് ഇവിടത്തേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പൊ അത് കളറ് വെള്ളയിലാണ് വന്നത്, അതുകൊണ്ടാണ് അവിടെ കാണാത്തത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ കളറ് ബ്ലാക്കിലേക്കോ അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു ഡാർക്ക് റെഡ് കളറിന്റെ അകത്തേക്കോ ഞാൻ ഇങ്ങനെ മാറ്റി എന്നിട്ട് ക്ലേ മോഡലിംഗ് പരിശീലനം. ഇപ്പൊ ഈ വന്നിരിക്കുന്ന സാധനം വേറെ ഏതോ ഫോണ്ടിനകത്തേക്കാണ് വന്നത്. അപ്പൊ നമ്മൾ വീണ്ടും അതിന്റെ ഫോണ്ടിന്റെ പേര് അനേക് എന്ന് മാറ്റി കുറച്ച് കട്ടിയുള്ള ഒരു ഫോണ്ട് കൊടുത്തു. വലിപ്പം ഞാനൊന്ന് കുറച്ചു. ക്ലേ മോഡലിംഗ് പരിശീലനം ശ്രദ്ധേയമായി. ഇതിപ്പോ ജസ്റ്റിഫൈ ആയിരിക്കുകയാണ്. നമുക്ക് സെന്ററിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാകും. അതിന്റെ ഹൈറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വലിപ്പം കുറച്ചുകൂടെ കുറക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഏകദേശം ശ്രദ്ധയായി. അപ്പൊ നമ്മൾ ക്ലേ മോഡലിംഗ് പരിശീലനം ശ്രദ്ധേയമായി അതെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് വേണ്ടത് ഫോട്ടോസ് ആണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സാധനം, ഈ ഫയല് കമ്പ്യൂട്ടറിൽ കറണ്ട് പോകുമ്പോൾ അപ്പാട് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇതൊന്ന് സേവ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിത് ഫയൽ ഒന്ന് സേവ് ചെയ്യാണ്. ഫയല് ഇവിടെ സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. സേവ് എന്ന ബട്ടണിൽ ഞാൻ എൻ്റെ ഒരു ഫോൾഡറിനകത്തേക്ക് സ്കൂളിന്റെ ഫോൾഡറിനകത്തേക്ക് ചെയ്തു വെക്കാം. ഇതിപ്പോ സേവ് ആകുന്നത് അവസാനം അതിന്റെ പേരിന്റെ അറ്റത്ത് .xcf എന്നുണ്ടാകും. .xcf എന്ന് പറയുന്നത് ജിംബിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫയലുകളൊക്കെ XCF ഫയലുകളായിട്ടാണ് സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പ്രധാനമായിട്ട് ഫോട്ടോസ് വേണം. അപ്പൊ ഫോട്ടോസ് ഞാൻ ഇവിടെ ഫോൾഡറിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് നമുക്ക് കാണാം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഫോട്ടോസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടുന്ന് ഒരു 4 ഫോട്ടോ ഇവിടത്തേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ജിംബിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജിംബിലേക്ക് വലിച്ചിട്ടപ്പോ അവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ഫോട്ടോ ഇവിടെ സൈഡിൽ കുറെ ലെയറുകളായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു ലെയറാണ്, ഇതിൻ്റെ അകത്ത് വേറൊരു പെൺകുട്ടി, ഇതിനകത്ത് വേറൊരു പെൺകുട്ടി, ഇതിനകത്ത് വേറൊരു പെൺകുട്ടി, അങ്ങനെ ഇതൊക്കെ ഇത് വലുതായി വന്നിരിക്കുകയാണ്. നമ്മുടെ പത്രത്തില് ഏറ്റവും വലിപ്പത്തിൽ വന്നിരിക്കുകയാണ്. നമുക്കിത് കുറച്ചുകൂടെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഈ വശത്ത് സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടൂൾ, ആ ടൂൾ വെച്ചിട്ട് ഞാൻ ഈ ഫോട്ടോ ചെറുതാക്കി. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലെയറിന്റെ അകത്ത് രണ്ടാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് രണ്ടാമത്തെ ലെയർ, ആ ലെയറിന്റെ അകത്തുനിന്ന് ഈ ഫോട്ടോ വീണ്ടും ഒന്നുകൂടെ ചെറുതാക്കി നമ്മൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ വെച്ചു. ആരുടെയോ മൈക്കോണെന്ന് സംശയം ചോദിക്കുകയാണ്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ഒരു ഫോട്ടോ എടുത്തു, അത് ചെറുതാക്കി. അടുത്തൊരു ഫോട്ടോ, ഇത് ഒരേ കുട്ടിയുടെ ഒരു ഫോട്ടോ ആണ്. അപ്പൊ ആ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ആ ഫോട്ടോ ഞാൻ ആ ലെയർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. യെസ്. അപ്പൊ സ്കൂളിനകത്ത് ഏകദേശം ക്ലാസ്സിനകത്ത് ഏകദേശം ഒരു 20 കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ട്. പക്ഷെ 20 കുട്ടികളുടെ ഫോട്ടോസ് ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് കുട്ടികളുടെ ഫോട്ടോസ് വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു. ഞാൻ അതിന്റെ അലൈൻമെന്റുകൾ ടെക്സ്റ്റ് ഒന്നുകൂടെ ആ ഫോട്ടോ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന രീതി കുറച്ചുകൂടെ താഴോട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് ഈ ഫോട്ടോ ഇനി ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് ഇതിന്റെ അലൈൻമെന്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഒപ്പം പത്രത്തിന് ഹെഡിങ് മാറ്റണം. അതേപോലെ നമ്മൾ നേരത്തെ ഈ പത്രത്തിൽ കണ്ടിരിക്കുന്ന ഈ ടൈപ്പ് സാധനം നമുക്ക് എടുത്തുപയോഗിക്കണം. അപ്പൊ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഗൂഗിളിനകത്തേക്ക് വരികയാണ്. ഇവിടെ ഗൂഗിളിൽ
ന്യൂസ് പേപ്പർ CMYK ഡോട്ട് എന്ന് സെർച്ച് ചെയ്യണം. CMYK എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളറുകൾ CMYK ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്യുക. അതായത് സിയാന്, മജന്ത, യെല്ലോ, ബ്ലാക്കിനാണ് K എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനമാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ഗൂഗിളിനകത്ത് ഇമേജിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി. ആ സാധനം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കമ്പ്യൂട്ടറിനകത്തേക്ക് സേവ് ചെയ്തു. ആകെ ഒരു സാധനമേ ഉള്ളൂ, അത് നമുക്ക് 2 3 ഒക്കെ ആക്കി വേണമെങ്കിൽ മാറ്റാം. സേവ് ചെയ്തു. അപ്പൊ സേവ് ചെയ്തത് ഒരു ഫോൾഡറിനകത്ത് സേവ് ആയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. ഇതിങ്ങനെ തന്നെ വലിച്ച് ഞാൻ എൻ്റെ ജിമ്മിന്റെ ക്യാൻവാസിലേക്ക് ഇട്ടു. അപ്പോൾ ഇതൊരു ലെയർ ആയിട്ട് ഇവിടെ സൈഡിൽ വന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിന്റെ വലിപ്പം ഒന്ന് കുറക്കാണ്. വലിപ്പം കുറക്കാൻ ഇവിടെ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. സ്കെയിൽ എന്ന് പറയുന്ന ടൂൾ എടുത്ത് കുറച്ചു, വലിപ്പം കുറച്ചു, എന്നിട്ട് ഇവിടെ വെക്കണം. അപ്പോൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ കണ്ടതിനകത്ത് ഒരു എന്തുണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡ് വരയൊക്കെ ഉണ്ട്. ആ വരയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പൊ വര കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു ലെയർ ഉണ്ടാക്കാണ്. ലെയർ ഉണ്ടാക്കാൻ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ലെയർ ഉണ്ടാക്കി. അപ്പൊ ഇത്രയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതെന്ത് പണിയാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഇതൊരു 4-5 വർഷം നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് കുറെ സാധനങ്ങൾ നമ്മൾ ചെയ്യും. നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് പതിയെ ഓരോ സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾക്ക് പരമാവധി കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പരമാവധി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഞാനൊരു ലെയർ ഉണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ലെയർ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ എഴുതി വെക്കൂ എന്താണ് ലെയർ എന്നൊക്കെ വെറുതെ എഴുതി വെക്കും. അപ്പൊ ഞാൻ എൻ്റെ കളർ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഈ ലെയറിന്റെ ഭാഗത്തുള്ള കളർ എന്റെ ജിമ്മിന്റെ കളർ ബോക്സ്, കളർ ബോക്സ് എവിടെ? യെസ്, ഇതിന്റെ കളർ ബോക്സ്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളറിന്റെ അകത്തേക്ക് നമ്മൾ ഇത് കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ ബക്കറ്റ് ടൂൾ എടുത്തു. ഇവിടെ നമ്മളൊരു ബോക്സ് വരക്കാണ്. ഈ രണ്ടാമത്തെ ഒരു ടൂൾ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ബോക്സ് വരച്ചു. ആ ബോക്സിനകത്തേക്ക് എന്ത് ചെയ്തു, ഞാൻ ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഒരു കളർ ചെയ്യാം. അപ്പൊ അവിടെ ഒരു കളർ വന്നു, ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇവിടെ ഈ ഒരു സാധനം, ഇവിടെ ഒരു വെള്ള കാര്യം വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു CMYK കോഡിന്റെ വെള്ളയാണ്. അപ്പൊ അത് കട്ട് ചെയ്യാൻ ഇവിടെ ഒരു മാജിക് ഇറേസിംഗ് ടൂളാണ് ഇവിടെ ഉള്ളത്. ഫുസി സെലക്ട് ടൂൾ എന്നാണ് പറയാ. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭാഗം സെലക്ട് ചെയ്യാണ്. ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് അതിന്റെ വെള്ളയുടെ ഭാഗം കളയാണ്. ഞാൻ ഈ വെള്ളയുടെ ഭാഗം കളഞ്ഞു. അപ്പൊ അത് അതിൻ്റെ അകത്ത് ഫിക്സ് ആയി. ഇപ്പൊ ഏകദേശം പത്രത്തിൽ വന്നതുപോലെ ഞാൻ അത് എന്ത് ചെയ്തു, ഒന്നുകൂടെ കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടെ അതിന് പേസ്റ്റ് ചെയ്യണം. ഇതേ സാധനം കോപ്പി ചെയ്തു. Ctrl+C ഞെക്കിയിട്ട് Ctrl+V ഞെക്കിയാൽ അത് പേസ്റ്റ് ആകും. അതായത് ഞാൻ ഇതൊന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്തു. അതിന് Ctrl+C Ctrl+V എന്നാണ് പറയുക. പിന്നെ ഈ ചിത്രങ്ങള് നമ്മൾ വെട്ടിമുറുക്കി ഒരു വൃത്തിയാക്കും. അപ്പൊ വെട്ടിമുറുക്കി വൃത്തിയാക്കാൻ ആദ്യം ഇതൊരു വൃത്തിയിൽ എടുത്തു വെച്ചു. എന്നിട്ട് മുറിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുന്നു. അതിന്റെ ഒരു ലെവലിൽ വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇത് ഓരോ ചിത്രങ്ങൾ കട്ട് ചെയ്യണം. അപ്പൊ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ Ctrl+X എന്ന് പറയുന്ന ടൂളാണ് ഉപയോഗിക്കുക. ഇവിടെ Ctrl+X എന്ന് പറയുന്ന ടൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. Ctrl+X. അപ്പൊ ഓരോ ചിത്രത്തിന്റെ ലെയറുകളായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ആ ലെയറുകൾക്കകത്ത് ഓരോ ലെയറിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ Ctrl+X ക്ലിക്ക് ചെയ്യുന്നു. Ctrl+X ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ പോകുന്നതായിട്ട് കാണാം. യെസ്. അപ്പൊ താഴത്തെ ഭാഗങ്ങൾ പോയി. ഇനി മുകളിലത്തെ ഭാഗം ഏകദേശം ഒരേ അളവിൽ അതേപോലെ ഞാൻ ഈ ബോക്സ് കൊണ്ട് വെച്ചിട്ട് Ctrl+X വെച്ച് ഓരോന്ന് കട്ട് ചെയ്യാം. അപ്പോ ഓരോ ചിത്രത്തിന്റെ മുകളിലത്തെ ഭാഗവും കട്ടായി. ഇപ്പൊ എല്ലാം കൂടെ ഓരോറ്റ ചിത്രം പോലെ ഒരു വൃത്തിയായിട്ടുള്ള ഒരു സാധനമായി. ഇതിനെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റി വെക്കണം.
അങ്ങനെ ഒരു ലെയർ ഗ്രൂപ്പ് ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉണ്ടാ ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് മൂവ് ചെയ്ത് താഴത്തേക്ക് വെച്ചു, ഒരു സെന്ററിലേക്ക് വെച്ചു. നമ്മളിപ്പോ എന്ത് പൂർത്തിയായി? നമ്മുടെ മാറ്ററും നമ്മുടെ ഹെഡിങ് പൂർത്തിയായി. നമുക്ക് ഇനി എന്ത് വേണം? ഹെഡർ വേണം. സ്കൂൾ പത്രത്തിന് ഒരു പേര് പറയൂ. നിങ്ങളിപ്പോ പറയുന്ന പേര് സ്കൂൾ പത്രത്തിന് കൊടുക്കുന്നതായിരിക്കും. പറയൂ സുഹൃത്തുക്കളെ. നവരശ്മി. കേട്ടില്ല. നവരശ്മി. നവരശ്രീ. സോറി, നവരശ്മി. നവരശ്മി. ഓക്കെ, നവരശ്മി ഇതല്ലേ പേര്? നവരശ്മി. നമ്മൾ എന്ത് ചെയ്തു? നവരശ്മി കോപ്പി ചെയ്തു, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വെള്ളയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിന്റെ കളർ മാറ്റി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കളർ കൊടുക്കാം. ഞാനിപ്പോ ഒരു കളറ് കൊടുത്തു, നവരശ്മി എന്ന് വന്നു. അതിന്റെ ഫോണ്ട് നമ്മൾ മാറ്റിയിട്ട് അനേകിന്റെ ഫോണ്ടാക്കി. അനേക ഒരു ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു ഫോണ്ടാണ്. അനേകിന്റെ ഫോണ്ടാക്കി നവരശ്മി. ഇനി നമുക്ക് സ്കൂൾ പത്രം എന്ന് കൂടെ കൊടുക്കണം. സ്കൂൾ പത്രം. ഇനി ഞാനത് കോപ്പി ചെയ്തു. നവരശ്മിയുടെ തൊട്ട് താഴെ ഞാൻ ആ സ്കൂൾ പത്രത്തിന്റെ ഇവിടെ എന്റെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ബോക്സ് ഉപയോഗിച്ചിട്ട് നവരശ്മിയുടെ താഴെ സ്കൂൾ പത്രം എന്ന് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അവിടെ പേസ്റ്റ് ചെയ്ത് വെള്ളയിലാണ് വന്നത്. ഞാൻ അതിന്റെ കളറ് വീണ്ടും മാറ്റി, കുറച്ചുകൂടി ഡാർക്ക് കളറൊക്കെ കൊടുത്തു. ഫോണ്ട് അനേകിനകത്തേക്ക് മാറ്റി. എന്നിട്ട് ഫോണ്ട് സൈസ് കുറച്ചു. സ്കൂൾ പത്രം. സ്കൂളിന്റെ പേര് കൂടെ കൊടുക്കണം. അപ്പോ ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് 3 കാറ്റഗറി ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ഹെഡിങ് ആണ്. ഏറ്റവും വലിപ്പത്തിൽ ഹെഡിങ്. നമ്മൾ ഒരു മനുഷ്യനെ സങ്കല്പിക്കുക. അപ്പൊ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഭാഗം അയാളുടെ അതിന്റെ പ്രധാനപ്പെട്ട ഹെഡ് ഏരിയ. രണ്ടാമത് ഈ ക്ലേ മോഡലിംഗ് എന്ന് പറയുന്നതാണ് അതിന്റെ സബ് ടെക്സ്റ്റ് ഏരിയ. മൂന്നാമത് അതിന്റെ ബോഡി എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മളൊരു വാർത്ത അലൈൻ ചെയ്ത് കഴിഞ്ഞാല് അതിന് വായിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്താണിത്, എങ്ങനെയാണിത് എന്ന് കാര്യം വൃത്തിയിലുണ്ടാകും. അപ്പൊ ക്ലേ മോഡലിംഗ് എന്നത് ഞാനൊന്ന് വൃത്തിയാക്കി. സ്കൂൾ പത്രം. ഇനി നമുക്ക് സ്കൂളിനകത്ത് ലോഗോസ് ഉണ്ടെങ്കിൽ ലോഗോസ് ഉപയോഗിക്കാം. നമുക്ക് ഇതിന്റെ ഡേറ്റ് ആണ് ഇനി പ്ലേസ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഈ സൈഡിനകത്ത് ഡേറ്റ് പ്ലേസ് ചെയ്യാം. അപ്പൊ ഈ ഇന്നിപ്പോ ഡേറ്റ് 11. നമുക്ക് നാളെ പ്രസിദ്ധീകരിക്കാം. അപ്പൊ നാളത്തെ ഡേറ്റ് 12/12/2024. അപ്പൊ നമ്മുടെ സാധാരണ ഡേറ്റ് എഴുതുന്ന രീതിയിലല്ല നമ്മുടെ പത്രത്തിനകത്ത് ഡേറ്റ് കൊടുക്കുക. ഓരോ മോഡലിനാണ്. ഇവിടെ കണ്ടോ, December 5 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ രീതിയിലോ നമ്മുടെ മനോരമയിലൊക്കെ എഴുതുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ 12 ഞാനിവിടെ 12 എന്ന് കൊടുത്തു. ഇനിയിപ്പോ ഡിസംബർ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഡിസംബർ എന്ന് ടൈപ്പ് ചെയ്തു. ഡിസംബർ എന്ന് ടൈപ്പ് ചെയ്തു. അതിന്റെ ഫോണ്ട് അനേകിൽ തന്നെ കൊണ്ടുവരുന്നു. അനേകിൽ തന്നെ കൊണ്ടുവന്നു. നമ്മളെ ഫോണ്ട് കുറച്ചുകൂടെ ചെറുതാക്കി ആരുടെയോ മൈക്കോണേക്ക്. ഓക്കെ, December 12. December 12 വ്യാഴം എന്ന് ടൈപ്പ് ചെയ്യാൻ വലിയ പ്രയാസം. ഞാൻ വ്യാഴത്തിന്റെ ആ സാധനം ഇനി വരില്ല. പോട്ടെ, നമുക്ക് വ്യാഴം പിന്നെ ടൈപ്പ് ചെയ്യാം. ആ വ്യാഴത്തിന്റെ ആ അക്ഷരത്തിന് വരാൻ കുറച്ച് പണിയാണ്. ആ ചിഹ്നം മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ. വ്യാഴം December 12 ഇത്തരം കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. നമുക്ക് ഇതിനിടയിൽ ഒരു ലൈൻ ഏരിയ കൊടുക്കുക. ഇവിടെ ഒരു വര വരുന്നത് പോലെ നമുക്കതിന് ഞാൻ ഈ ബോക്സ് സെലക്ട് ചെയ്ത് ഈ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ ഈ രീതിയിൽ ഒരു വര വെച്ചു. എന്നിട്ട് നമുക്കൊരു ലേശം ബ്രൗൺ കളർ എടുത്തു. നമ്മളിവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു. പുതിയ ലെയർ ഉണ്ടാക്കാണ്.
ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിന്റെ അകത്തേക്ക് ഈ വര ഇട്ടു. ഇപ്പൊ സ്കൂൾ പത്രത്തിന് നവരശ്മി, പത്രത്തിന്റെ ഡിസംബർ, താഴെ 2024 എന്ന് കൂടെ കൊടുക്കാമെങ്കിൽ 2024 2024 എന്ന് കൊടുത്തു. നവരശ്മി സ്കൂൾ പത്രം, സ്കൂളിന്റെ പേര് വേണ്ടേ? കാർത്തികപ്പള്ളി നോർത്ത് MLP സ്കൂൾ എന്ന പേര് കൂടെ സ്കൂൾ പത്രത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തു. എല്ലാം കൂടി എല്ലാ ഫോണ്ടും ഒരേ ഫോണ്ടാക്കാണ് ഇവിടെ അനേക്. അനേകിന് ഏകദേശം ഒരു 40ഓളം ഫോണ്ടുകൾ അവൈലബിൾ ആണ്. അത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഇന്ത്യൻ ഭാഷകളിലൊക്കെ അനേകിന് ഫോണ്ട് ലഭ്യമാണ്. അറബിയിൽ ഉണ്ടോ എന്നറിയില്ല, അറബിയിൽ അല്ലാത്ത ഫോണ്ടുകൾ ഉണ്ടാവുന്നില്ല. അപ്പോ നമ്മള് ഒരു സ്കൂൾ പത്രത്തിന്റെ ഒരു 90% ഇതിനകത്തേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രൂഫ് റീഡിങ്ങും എഡിറ്റിംഗും ഒക്കെയാണ്. എഡിറ്റിങ്ങിനകത്ത് ഇതിന്റെ വർക്ക്ഷോപ്പ് എന്ന് എഴുതിയെടുത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമുക്ക് പരിഹരിക്കാം. വർക്ക്ഷോപ്പ് നമ്മളെ വർക്ക്ഷോപ്പ് സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ എഴുതിയിരിക്കുന്നത് നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ 2 കോളത്തിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കോളത്തിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇപ്പൊ ചെയ്തുതരാം. ഒറ്റ എനിക്ക് ഒരു മിനിറ്റ് സമയം തന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തുതരാം. വർക്ക്ഷോപ്പ് ഓക്കെ. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പത്രം ഫിനിഷ് ആയി എന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യണം. അപ്പൊ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി സേവ് ചെയ്തതുകൊണ്ട് ഇനി വീണ്ടും കൊണ്ടുപോയി ഒരുപാട് പ്രോസസ് ഒന്നും ചെയ്യേണ്ട. പകരം എന്ത് ചെയ്താൽ മതി, ഇവിടെ സേവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. നമ്മളിപ്പോ സേവ് ആയി, നമ്മുടെ ഫയൽ സേവ് ആയി. നമുക്ക് ഇത് ഇമേജ് ആക്കി മാറ്റണമെങ്കിൽ, ഇതിപ്പോ വർക്ക് ഫയൽ ആയിട്ടാണുള്ളത്, ഇത് ഇമേജ് ആക്കി മാറ്റണമെങ്കിൽ ഫയലില് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലാസ്റ്റ് PNG എന്നുണ്ടാകും. PNG എന്നോ അല്ലെങ്കിൽ JPG എന്നോ ആക്കി മാറ്റിയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. ഇത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പത്രമായിട്ട് നമുക്ക് ഇമേജ് ആയിട്ട് വരും. അത് നമ്മളുടെ ഒരു ഫോൾഡറിനകത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളടുത്ത് ഒരു പ്രോസസ്സ് കൂടി ചോദിക്കും, നിങ്ങൾ ഇത് എക്സ്പോർട്ട് ചെയ്യട്ടെ, കൺഫേം അല്ലേ, ഓക്കെ അല്ലേ, ഒരു കൺഫർമേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ആകും. നമുക്ക് ഇമേജ് ഒന്ന് കണ്ടിട്ട് ആ ഒരു പ്രോസസ്സ് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ചോദിച്ച സംശയം അത് ഞാൻ വിട്ടിട്ടില്ല കേട്ടോ, അപ്പൊ പറഞ്ഞുതരാം. നമ്മൾ ആ ഫോൾഡർ തുറക്കാണ്. സ്കൂൾ 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 നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന പത്രം ക്ലേ മോഡലിംഗ് പരിശീലനം ശ്രദ്ധേയമായി കാർത്തികപ്പള്ളി, അത് പത്രമായി. ഇനി നമുക്ക് ടീച്ചർ ഇപ്പൊ ചോദിച്ച അതേ സംശയമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഒന്നുകൂടെ പറയുന്നത്. 2 കോളമാക്കാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഈ കോളത്തിൽ നമ്മളിപ്പോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടെക്സ്റ്റ് ഉള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റിംഗ് ബാർ വരും. ഈ ബാർ നമ്മൾ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫോണ്ടുകളുടെ സൈസ് ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്യാപ്പുകളൊന്ന് ബാലൻസ്ഡ് ആവും. ഗ്യാപ്പ് ബാലൻസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ കുറെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും. എവിടെയാണോ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടുന്നത് ആ രീതിയിലേക്ക് അത് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം അടുത്തൊരു കോളൻ ഇങ്ങോട്ടേക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഈ ടെക്സ്റ്റിന്റെ A എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ 2 കോളനായിട്ട് മാറ്റിയിരിക്കുന്നത്. 2 കോളനായിട്ട് മാറ്റുന്ന സമയത്ത് ഈ ടെക്സ്റ്റുകൾ തമ്മിലുള്ള അലൈൻമെന്റിനകത്ത് പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ മാതൃഭൂമിയുടെ മാഗസിൻസ് നോക്കിയാലും മനസ്സിലാവും, അവർ ചെയ്യുക ഇത് ജസ്റ്റിഫൈ ചെയ്യില്ല. പകരം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ റൈറ്റിലേക്ക് അവരുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യാതെ ഇട്ടുണ്ടാവും. മാതൃഭൂമിയുടെ മാഗസിൻസുകൾ നോക്കിയാൽ മതി. പക്ഷെ പത്രം വരുന്ന സമയത്ത് അവരെപ്പോഴും എന്ത് ചെയ്യും, ജസ്റ്റിഫൈ ചെയ്യും.
ജസ്റ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഈ ഇടയിലുള്ള ഗ്യാപ്പ് മാറ്റണമെങ്കിൽ കുറെ അധികം പണികളുണ്ട്. അതൊരു എക്സ്പെർട്ട് ലെവലായിട്ട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അത് മാറ്റാൻ വേണ്ടി പറ്റും, പക്ഷെ അതൊരു എക്സ്പെർട്ട് ലെവലിൽ പറയേണ്ട ഒരു സാധനം. ഇങ്ങനെയാണ് 2 കോളനായിട്ട് ചെയ്യാം. 2 കോളനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഒരു വാർത്ത വേണമെങ്കിൽ അതിനകത്ത് കൊടുക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ 2 കോളനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു ന്യൂസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഈ ന്യൂസ് ഡമ്മി മോഡൽ വേണ്ടവർക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്തോ മറ്റോ അയച്ചുതരാം. ഇതാണ് ബേസിക്കലി ഒരു ജിംബ്. ഞാൻ എൻ്റെ പറഞ്ഞ സമയം 7:45 കറക്റ്റ് ആയിരിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ നമ്മളൊരു പത്രം ക്രിയേറ്റ് ചെയ്തിപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള സംശയത്തിന്റെ പൊതുവെ ജിംബുമായിട്ട് ബന്ധപ്പെട്ട് ഈ സബ്ജക്റ്റിൽ തന്നെയുള്ള സംശയത്തിന്റെ ഒരു സംശയ നിവാരണമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള സംശയങ്ങൾ ചോദിക്കാം. സാറേ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഈ പത്രം എന്നൊക്കെ വരുന്നുണ്ടല്ലോ, ശ്രദ്ധേയം, ആ ഫോണ്ടുകളൊക്കെ മാറ്റാൻ എന്താ ചെയ്യാ? നമുക്ക് ധാരാളം ഫോണ്ടുകൾ നമ്മുടെ ഗൂഗിളിനകത്തൊന്നും അല്ലാതെയൊക്കെ നമുക്ക് ലഭിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് അനേക് എന്ന് പറയുന്ന ഫോണ്ടാണ്. അനേക് അല്ലാതെ അനേകിന്റെ ഫോണ്ട് എന്ന് പറയുന്നത് യുണീകോഡ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ അകത്താണ് അനേക് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ വേറൊരു ഫോണ്ട്, ഞാൻ ഭംഗിയുള്ള ഒരു ഫോണ്ട് കാണിക്കാം. ഞാനിപ്പോ സ്കൂൾ പത്രം എന്ന് പറഞ്ഞ് ഈ എഴുതിയിരിക്കുന്ന ഒരു സാധനത്തെ, അല്ലെങ്കിൽ നവരശ്മി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ സാധനത്തെ മറ്റൊരു ഫോണ്ടിലേക്ക് ആക്കി കാണിച്ചുതരാം. ഈ ഫോണ്ട് കോഡ് FML എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. കോഡ് FML ജിമ്പിനകത്തും പ്ലസ് ജിമ്പിനകത്തും വിൻഡോസിനകത്തും ഉബുണ്ടുവിനകത്തും ഒക്കെ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ നവരശ്മി മാറ്റിയിട്ട് ഞാൻ വേറൊരു നവരശ്മി ക്രിയേറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോ അത് FSL എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. FSL നിങ്ങൾക്കിപ്പോ കാണാം. നവരശ്മി പുതിയൊരു ഫോണ്ടാണിത്. FSL ശ്വാസം എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. FSL ശ്വാസം. ഇപ്പൊ നവരശ്മി അത് മാറിയത് നിങ്ങൾക്ക് കാണാം. FSL ശ്വാസം. ഇതാണ് ഞാനിപ്പോ എഴുതിയിരിക്കുന്ന ഒരു നവരശ്മി. ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും. പക്ഷെ ഈ ഫോണ്ട് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഫോണ്ടാണ്. ഏകദേശം 300 രൂപയാണ് ഈ ഫോണ്ടിന്റെ വില മാത്രം. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതല്ലാതെ നമുക്ക് മലയാളത്തിൽ മറ്റ് ഫോണ്ടുകൾ ലഭിക്കാൻ ഇവിടെ ഗൂഗിളിനകത്ത് കാര്യമായിട്ട് മലയാളം ഫോൺസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെബ്സൈറ്റുകൾ വരും. അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ധാരാളം ഫോണ്ടുകൾ നമുക്ക് ഇത്തരത്തിലുള്ള വെബ്സൈറ്റിനകത്ത് ലഭിക്കും. ആ ഫോണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അത് നേരത്തെ പറഞ്ഞതുപോലുള്ള അതേ പ്രോസസ്സാണ്. ഡൗൺലോഡ് ചെയ്യുന്നു, ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ആ ഫോണ്ടിന്റെ പേര് ഇവിടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോണ്ടുകൾ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ചില ഫോണ്ടുകൾ MLKV ഫോർമാറ്റിനകത്തൊക്കെയുള്ള ചില ഫോണ്ടുകളാണ്. ഇപ്പൊ ഇതൊക്കെ പലതും പെയ്ഡ് ഫോണ്ടുകളാണ്. ചിലത് ഫ്രീ സോഫ്റ്റ്വെയറുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഫ്രീ ആയിട്ടുള്ള ഫോണ്ടുകളാണ്. ഇതാണ് ഒരു ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരം. പ്രധാനമായിട്ട് നമുക്ക് ഫോണ്ടുകളുടെ കളക്ഷൻസ് ആവശ്യമാണ്. കൂടുതൽ ഫോണ്ടുകൾ ചെയ്യണമെങ്കിൽ അത് ഓൾറെഡി നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അടുത്ത സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു സാർ. സാർ, അപ്പൊ നമുക്ക് ഇപ്പൊ ഈ 1ാം ക്ലാസ്സിലൊക്കെ നമുക്ക് പത്രം മറ്റേ ഇപ്പൊ പുതിയ ലിപിയാണല്ലോ. അതെ. അപ്പൊ അത് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുതിയ ലിപി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചർ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാറേ, ഞാൻ അതിൽ കണ്ടുവല്ലോ മറ്റേ നമ്മുടെ വായനാ സാമഗ്രിയുടെ. അതെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയൊരു എന്താ പറയാ ഒരു വെബ്സൈറ്റ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആ വെബ്സൈറ്റ് ആയിരുന്നു തപ്പിക്കൊണ്ടിരിക്കുന്നത്. നോക്കട്ടെ, ടെൻഡിപ്പെടുത്തരാം. ആ വെബ്സൈറ്റിനകത്ത് ഈ കാണുന്ന നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചിരിക്കുന്ന ഫോണ്ടുകൾ കേരള ഗവൺമെന്റ് മലയാളം ഫോണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫോണ്ടുകൾ ഇവർ ഡിസൈൻ ചെയ്ത ഫോണ്ടാണ്. 1 മന്ദാരം, 2 മന്ദാരം ബോൾഡ്, തുമ്പ, അതേപോലെ തുമ്പ, ചെമ്പകം, കടമ്പ്, ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ഫോണ്ട്. ഈ വെബ്സൈറ്റിന്റെ പേര് kerala.gov.in/മലയാളം ഫോണ്ട് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾക്ക് ഇത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ഇത് വലുതാക്കി ഇവിടെ കാണിക്കാം. ഇതാണ് ഈ വെബ്സൈറ്റിന്റെ പേര്, kerala.gov.in മലയാളം ഫോണ്ട്. ഈ ഫോണ്ടിന്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ പ്ര എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഇപ്പൊ ഉള്ള ലിപി പരിഷ്കരണം എന്താണോ അത് പ്രകാരം തന്നെ ഇതിനകത്തേക്ക് വരും, മന്ദാരത്തിനകത്തേക്ക്. ഞാനത് പ്ര എന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇവിടെ എന്റെ ഇതിലെഴുതി കാണിക്കാം. പ്ര ഇങ്ങനെയാണ് നമ്മൾ പഴയ ലിപിയിലുള്ളത്. ഞാനിപ്പോ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് പഴയ ലിപിയാണത്. പുതിയ ലിപിയില് ത്രായും പ്രായൊക്കെ മാറിയിട്ടാണുള്ളത്. അപ്പൊ അത് നമ്മൾ കുട്ടിയൊക്കെ ഒരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ പ്ര ഇത് ഈ ഒരു രീതിയിൽ ആണ് പുതിയ ലിപി പറയുന്നത്. ആ ലിപിയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് മന്ദാരം എന്നാണ് ഒരു ഫോണ്ടിന്റെ പേര്, മന്ദാരം. കണ്ടോ? മന്ദാരം ഞാനിപ്പോ ഒന്ന് വെറുതെ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. വിൻഡോസിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആയിട്ട് വരും. ഉബുണ്ടുവിനകത്തും അത്തരത്തിലുള്ള പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കിത് മന്ദാരം എന്ന് പറയുന്ന ഫോണ്ടിനകത്തേക്ക് മാറ്റിയാൽ മന്ദാരം ഇതുണ്ടോ? ത്രാപ്ര പുതിയ ലിപിയാണ്, ഏറ്റവും പുതിയ ലിപി. ഇതാണ് അതിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ഒരു കാര്യം കൂടെ പറയുന്നു. നമുക്ക് ഈ പ്രോസസ് ഒക്കെ നിങ്ങളുടെ ഫോണിലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഫോണിൽ ചെയ്യുന്നതിനേക്കാളും നിങ്ങളൊരു പ്രിന്റോ അല്ലെങ്കിൽ നിങ്ങളൊരു മാഗസീനോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭാവിയിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ ചെയ്യാവുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ജിമ്പിൽ ചെയ്യാം. നിങ്ങളുടെ സ്കൂളിൽ ഫ്ലക്സ് അടിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ഇതൊക്കെ പതിയെ ഒരു 6 മാസം ഒരു വർഷം കൊണ്ട് പഠിച്ചു വന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പ്രിന്റ് അടിച്ച് വരുന്ന എന്ത് സാധനവും നിങ്ങളുടെ ജിമ്പിൽ ഡിസൈൻ ചെയ്യാം. ഫ്ലക്സ് ആയാലും മാഗസീൻ ആയാലും നോട്ടീസ് ആയാലും കാർഡ് ആയാലും ATM ആയാലും നിങ്ങളുടെ ID കാർഡ് ആയാലും എന്ത് സാധനവും ജിമ്പിൽ ഡിസൈൻ ചെയ്യുക എന്നതാണ് പ്രത്യേകത. എന്റെ സ്കൂളിൽ ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് സ്കൂളിലെ എല്ലാ പ്രിന്റിങ്ങിന്റെയും 99% സാധനങ്ങളും ഞങ്ങൾ ജിമ്മിനകത്താണ് ചെയ്തു വരുന്നത്. പക്ഷെ അത് നിങ്ങൾ തുടങ്ങണം, നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നിങ്ങൾ സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ ഭാവിയിൽ സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് ലെവലിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കാവുന്നതാണ്. എന്ത് തന്നെയാലും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് എന്റെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ്. ആൻഡ് വാട്ട് യു തിങ്ക്? നിങ്ങളുടെ തോട്ട്സുകൾ പറയൂ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കൂ. സാറേ, ഈ ഫോട്ടോസ് ഒക്കെ ഒരുമിച്ച് കട്ട് ചെയ്യുന്ന എങ്ങനെയാ? അതിന്റെ ടൂൾ ഏതാ അത്? ഞാനിവിടെ ഒരുമിച്ചല്ല കട്ട് ചെയ്തത്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ഞാനിവിടെ ഈ കട്ട് ചെയ്ത പ്രോസസ് അല്ലേ ചോദിച്ചത്? അതെ അതെ. ഞാനത് കാണിച്ചു തരാം. ഒരു 4 ഫോട്ടോ ഞാൻ എൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് വലിച്ചിടാം. ഞാനൊരു 3 ഫോട്ടോസ് ഇവിടെ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് ഇവിടെ എന്റെ വലതുവശത്ത് കോർണറിൽ ലെയറുകൾ കാണാം. ഇവിടെ ലെയറുകൾ. അപ്പൊ ഇത് ഒന്നാമത്തെ ലെയറിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ. അതിന്റെ കണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടി മായുന്നുണ്ടോ? അതാണ് ഒരു കുട്ടിയുടെ ഫോട്ടോ. ഇത് രണ്ടാമത്തെ ലെയറിൽ ചപ്പാത്തി വെച്ചതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോ ലെയറുകളായിട്ടാണ് ഓരോ ചിത്രങ്ങളും ഓരോ ഫോണ്ടുകളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു ലെയർ, ഇത് മൂന്നാമത്തെ ലെയർ. അങ്ങനെ 3 ലെയറുകളിലാണ് ഓരോ കുട്ടികൾ കിടക്കുന്നത്. ഇപ്പൊ വലതുവശത്ത് ആ കണ്ണ് ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്താണ് ആ ലെയറുകളുള്ളത്. അപ്പൊ ഈ ലെയറുകൾക്കകത്ത് ഞാനിവിടെ മനസ്സിലാകാൻ 1, 2, 3 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3, 2, 1 അങ്ങനെ ഈ ലെയറുകള് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഞാനിവിടെ രണ്ടാമത്തെ ഒരു ടൂൾ ഉണ്ട്, റെക്ടാങ്കിൾ സെലക്ടർ ടൂൾ എന്ന് പറയുന്ന ടൂൾ. ഈ ടൂൾ എടുത്തിട്ട് ഞാനിപ്പോ ഏത് ലെയറിലാണുള്ളത്? 3 എന്ന് പറയുന്ന ലെയറിൽ. ഏത് കുട്ടിയാണ്? ഈ ഫസ്റ്റ് കുട്ടി. ആ കുട്ടിയെ സെലക്ട് ചെയ്തു. ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ 3 പേര് ഒരുമിച്ച് സെലക്ട് ചെയ്ത് വരച്ചു. എന്നിട്ട് ഞാൻ Ctrl+X അടിക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാഗം മാത്രമേ കട്ടായിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ കുട്ടി കട്ടാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? അടുത്ത ലെയറിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് Ctrl+X അടിച്ചു. അപ്പൊ അതേ ലെവലിൽ തന്നെ കട്ടായി. ഇനി അടുത്തൊരു കുട്ടിയെ സെലക്ട് ചെയ്തു, എന്നിട്ട് അത് ലെയർ മാറ്റിയതാണ്. ആ ലെയർ മാറ്റിയപ്പോൾ മൂന്നാമത്തെ കുട്ടീനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+X അടിച്ചു. അപ്പൊ അത് കട്ടായി. Ctrl+X എന്ന് പറയുന്നത് ഇവിടെ കീബോർഡിനകത്ത് കൺട്രോളും എക്സും കീയും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ കട്ട് എന്ന് പറയുന്ന ആക്ഷനാണ് അവിടെ നടക്കുക. ഇത്രയാണ് ആ പ്രോസസ്. ആ 3 പിക്ചറും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്?
ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ നമ്മൾ നമ്മൾ അതിങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ നേരെ കൊണ്ടുവച്ചതിന് ശേഷം ഞാനിവിടെ ഈ സെലക്ഷൻ ടൂളിന്റെ അകത്ത് ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ സെലക്ട് ചെയ്ത് വെച്ചാൽ അവിടെ ഒരു വര വന്നത് കാണാം നിങ്ങൾക്ക് അവിടെ കണ്ടോ? അവിടെ 3 ഭാഗത്തും കൂടെ ഒരു വര ഒരു ബോക്സ് വന്നതായിട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇനിയിപ്പോ ആ ഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളാണ് കട്ടാകുക. ഇതിപ്പോ രണ്ടാമത്തെ ലെയറിലുള്ള കുട്ടിയാണ് കട്ടാകുന്നത്. അപ്പൊ രണ്ടാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് അത് മാറ്റി. ഇനി ഞാൻ ലെയർ മാറ്റി, വേറൊരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് അത് മാറ്റി, വേറൊരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് അത് കൺട്രോൾ എക്സ് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്യും. കമ്പ്യൂട്ടർ സ്ക്രീനിൽ കൺട്രോൾ എക്സ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തു. കമ്പ്യൂട്ടർ സ്ക്രീൻ ഈ കീബോർഡിനകത്ത് ഇതാണ് ഇവിടെ ഉള്ള കീബോർഡ്. ആ കീബോർഡിനകത്ത് കൺട്രോൾ എക്സ് വെച്ച് കട്ട് ചെയ്തു. അങ്ങനെ ആണത് കട്ട് ചെയ്ത്. അപ്പൊ അതിന്റെ ലെവലിൽ കട്ടാവും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒറ്റ ചിത്രമാണോ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒറ്റ ചിത്രമല്ല, ഇത് 3 ചിത്രമാണ് കേട്ടോ. 3 ചിത്രമാണ് കേട്ടോ. ഒറ്റ ചിത്രമാക്കാൻ എന്താ സാറേ ഇത്? ഞാൻ ചെയ്തത് ഇതെല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചു. ഇതെല്ലാം ഒരേ ലെവലിൽ കട്ട് ചെയ്ത് അടുപ്പിച്ച് വെച്ചു. അപ്പൊ ഒരു കുറച്ചുകൂടെ വൃത്തി ഉണ്ടാകും. അതല്ല സാറേ, ഈ 3 ഒരുമിച്ച് സെലക്ട് ചെയ്തില്ലേ? ഈ മൂന്നും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ? 3 കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തത് ഇതിപ്പോ ഉണ്ടോ? 3 കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കൂടെ ഒരുമിച്ച് മൂവ് ചെയ്യാം. ഞാൻ അത് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെയറുകളെ ഗ്രൂപ്പ് ആക്കി വെച്ചു. ഗ്രൂപ്പ് ആക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക ഞാൻ എന്താ പ്രോസസ് ചെയ്തത്. എന്നിട്ട് അടുത്ത ദിവസം യൂട്യൂബിൽ നോക്കുക, ഹൗ ടു മേക്ക് എ ലെയർ ഗ്രൂപ്പ് ഇൻ ജിംബ്. അത് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിന്റെ അകത്തേക്ക് ഞാൻ ഈ ലെയറുകളെല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിട്ടു. ഇനി ഞാൻ ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോൾഡറിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം 3 കൂടെ ഒരുമിച്ച് മാറും. അതായത് നമ്മൾ ചപ്പാത്തി എല്ലാം കൂടെ ഒരു ബോക്സിലിട്ടു, എന്നിട്ട് ആ ബോക്സ് കൊണ്ടാണ് ഇപ്പൊ കളിക്കുന്നത് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സാർ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ? ഗ്രൂപ്പിലുണ്ടാവും. ഓൾറെഡി ജിമ്മിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ധാരാളം വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സിമ്പിൾ ആണ്. ജസ്റ്റ് സെർച്ച് ചെയ്യുക ഹൗ ടു മേക്ക് എ ലെയർ ഗ്രൂപ്പ് ഇൻ ജിംബ്. ഞാനിപ്പോ പറഞ്ഞ വാക്കുകളും ടേമുകളൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാനോ ഓർമ്മിച്ച് വെക്കാനോ ഒക്കെ പറ്റിയാൽ നന്നാകും. നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട്, അനേക്, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ്, ജിംബിന്റെ വെബ്സൈറ്റ്, ഫോണ്ടിന്റെ വെബ്സൈറ്റ്, ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാനോ എഴുതി വെക്കാനോ ഒക്കെ കഴിഞ്ഞാൽ നന്നാകും. മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 300 രൂപയുടെ പേയ്മെന്റ് ഉള്ള ഫോണിന്റെ പേര് തരുന്നു. FSL ശ്വാസം, FSL ശ്വാസം. അത് ഗൂഗിളിനകത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. ഇൻസ്റ്റഗ്രാമിനകത്ത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. FSL ശ്വാസം, നമ്മുടെ മലയാളത്തിലുള്ള ശ്വാസം, ശ്വാസം. ഇതാണ് ആ ഫോണ്ട്, FSL ശ്വാസം. നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പോവുക. ഇൻസ്റ്റാഗ്രാമിൽ അതൊരു ടീമാണ്, ഫോണ്ടുകൾ നിർമ്മിക്കുന്ന ഒരു ടീമാണ്. ഫോണ്ട് സ്പെൽ എന്നാണ് അവരുടെ ടീമിന്റെ പേര്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് അത് പൈസ കൊടുത്ത് മേടിക്കാവുന്നതാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള ഫോണ്ടുകളാണ്. അവർ ധാരാളം ഫോണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോ പുതിയ വന്ന ഫോണ്ടാണ് രൂപം. ഇതൊന്നും നമ്മളുടെ പ്രൊമോഷൻസ് അല്ല, നിങ്ങളുടെ ഭാഗമായിട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സാറേ, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ പറയാമോ സാറേ? ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ സത്യത്തിൽ സേവ് ചെയ്യുന്ന പരിപാടി ഇല്ല. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത്, മലയാളം, വര, പാട്ട്, ഇതാണ് നമ്മളെ മാറ്റർ എന്ന് കരുതുക. ഇത് നമ്മൾ സാധാരണ കീബോർഡ് വെച്ച് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യില്ലേ, മംഗ്ലീഷ്. ടൈപ്പ് ചെയ്ത സംഭവം നമ്മൾ എങ്ങനെ സേവ് ചെയ്യും? അവിടെ നമുക്ക് ഇവിടെ സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. ഇവിടെ സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്തു. അതായത് നമ്മൾ മൗസ് പോയിന്റ് കൊണ്ട് ഇതെല്ലാം മുഴുവൻ സെലക്ട് ചെയ്തു, എന്നിട്ട് കോപ്പി ചെയ്തു. കോപ്പി ചെയ്യാൻ ഇവിടെ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്കോ ടെലിഗ്രാമിലേക്കോ നമ്മുടെ ജിമ്മിലേക്കോ കൊണ്ടുപോയി അയക്കലാണ് സംവിധാനം. ഇതിനകത്ത് ഡയറക്ട്ലി സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ സാറേ. ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് ജിമ്മിൽ വരുമ്പോൾ നമ്മൾ അനേക ഫോണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഫോണ്ട് നമ്മൾ കാണിക്കുന്നത് ഇംഗ്ലീഷിലെ ആണല്ലോ അതിനെ കാണിക്കുന്നത്. ഇതിപ്പോ നമ്മൾ മലയാളത്തിൽ ഞാനിപ്പോ അവിടെ കൊണ്ടുവന്ന സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ ഏതെങ്കിലും ഒരു
മലയാളത്തിൽ തന്നെ അത് കാണിക്കും, വൃത്തിയിൽ അത് കാണിക്കേണ്ടതാ. മലയാളം വരാപാട്ട് എന്ന് കാണിച്ചത് കാണും. അപ്പൊ ഈ സാധനം ഫോണ്ട് വേറെ ഏതോ ഒരു ഫോണ്ടാണ്, ദേജാവു എന്നൊക്കെ പറയുന്ന ഒരു ഫോണ്ടാണ്. പക്ഷെ അതിനൊരു ഭംഗി ഉണ്ടാവുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ഒരു എളുപ്പം ഉപയോഗിക്കാവുന്ന ഒരു ഫോണ്ടാണ് അനേക്. നിങ്ങൾക്ക് അനേകില് 40 വെറൈറ്റി ഓഫ് ഫോണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ അകത്ത് നിങ്ങൾക്ക് കട്ടിയുള്ളത്, കട്ടി കുറഞ്ഞത്, നീളം കൂടിയത്, നീളം കുറഞ്ഞത്, അനേക് ഡൗൺലോഡ് ചെയ്യാൻ ഗൂഗിളിനകത്ത് കയറിയിട്ട് അനേക് മലയാളത്തിൽ സെർച്ച് ചെയ്യാം. അനേക് ഡൗൺലോഡ് ചെയ്തു. ഓ, അനേക് ഡൗൺലോഡ് ചെയ്തു സാറേ. അപ്പൊ നമ്മളിപ്പം അത് എക്സ്ട്രാക്റ്റും ചെയ്തു, എക്സ്ട്രാക്ട് ഹിയർ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് അത് പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴ് ഓക്കെ അത് ചെയ്തില്ല. എക്സ്ട്രാക്ട് ചെയ്ത് ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് ഫോണ്ടുകളുടെ ഫയൽ തന്നെയാണോ? അനേകനെ യൂസ് ചെയ്യാൻ അവൈലബിൾ ആക്കുന്നത് ഉബുണ്ടുവിലും ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ഉണ്ടാവുമോ? അനേക ഓപ്പൺ സോഴ്സ് ഫ്രീ ഫോണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉബുണ്ടുവിലും നിങ്ങളുടെ ഫോണിനകത്തോ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തോ നിങ്ങളുടെ വിൻഡോസിനകത്തോ ഒക്കെ ഉപയോഗിക്കാം. നോ പറയും. ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് ലിങ്കോ മറ്റോ അയച്ചുതരാം. ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ്, ഹൗ ടു ഇൻസ്റ്റാൾ. നമുക്കുള്ള സംശയം ഇതാണ്, എങ്ങനെ ഫോൺ ഇൻസ്റ്റാൾ. വിൻഡോസിലാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ യൂട്യൂബിൽ കയറാം. ഹൗ ടു, നമ്മുടെ ഒരു സംശയം നമ്മൾ എങ്ങനെ സ്വയം പഠിക്കാം എന്നുള്ളതാണ് ഞാനിപ്പം പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു സംശയം തീർക്കുക. ജസ്റ്റ് ഹൗ ടു ഇൻസ്റ്റാൾ എ ഫോണ്ട് ഇൻ ഉബുണ്ടു എന്ന് നമ്മൾ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വീഡിയോസ് ലഭിക്കും. അതിൻ്റെ അന്ന് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. വിൻഡോസിലാണെങ്കിൽ ജസ്റ്റ് ഉബുണ്ടു എന്നതിന് പകരം വിൻഡോസ് എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാം. അതിൻ്റെ അകത്ത് ചെയ്ത് നോക്കാം. അതാണ് എനിക്കിപ്പോൾ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം. യെസ്, ആർക്കെങ്കിലും 2 or 3 പേർക്ക് സംശയം ചോദിക്കാം. 3 പേരുടെ സംശയം അവസാനിപ്പിക്കുന്നതോടുകൂടി നമ്മൾ ഈ സെക്ഷൻ അവസാനിക്കും. മാക്സിമം 2 or 3 പേർക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ സാർ ഇതിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു തരുമോ? സ്റ്റാർട്ടിങ്ങിൽ ഏതാണ് പറയേണ്ടതെന്ന് പറയോ? ജിംബ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ജിംബിന്റെ തുടക്കത്തിൽ എങ്ങനെ ഫയൽ തുടങ്ങുന്നു എന്നാണോ? കേൾക്കാവോ? സാർ അപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി, 2 മിനിറ്റ് വൈകിപ്പോയി. ഓക്കെ. കേൾക്കുന്നുണ്ട് സാറേ. ഇത് എടുക്കുന്നത് എങ്ങനെയൊന്ന് പറഞ്ഞു. എടുക്കുന്നത് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ജിംബ് ഇല്ലെങ്കിൽ ജിംബ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ജിംബ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ജിംബ് ഇൻസ്റ്റാൾ ചെയ്യാൻ വിൻഡോസ് ആണോ ഉബുണ്ടു ആണോ ഇപ്പൊ ഉപയോഗിക്കുന്നത്? വിൻഡോസ് ആണോ ഉബുണ്ടു ആണോ ഇപ്പൊ ഉപയോഗിക്കുന്നത്? കേൾക്കാവോ? വിൻഡോസ് ആണോ ഉബുണ്ടു ആണ്? ഹലോ സാറേ, ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത്. അത് എന്റെ ഇതിലുണ്ട്, ലാപ്പിലുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാലോ, അപ്പൊ പ്രശ്നമില്ല. ഇൻസ്റ്റാൾ ജിംബ് എടുക്കുന്ന അറിയാം. എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഈ ന്യൂസ് വരുന്നതില്ലേ, ആ ന്യൂസ് എടുക്കുന്നത് ടൈപ്പ് ചെയ്ത് കൊണ്ടിരുന്നേ? നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്റ്റാർട്ടിങ്ങിനകത്ത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഈ പഴയതൊക്കെ ഒന്ന് കളയട്ടെ. ഏകദേശം ഈ ഒരു മോഡലാണ് ഉണ്ടാവുക. ഈ ഒരു മോഡല് ഫയലിനകത്ത് ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും ഇവിടെ ഈ വശത്ത്. ഫയൽ ന്യൂ. അപ്പൊ ന്യൂല് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ടെംപ്ലേറ്റിനകത്ത് A4 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. A4 ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെംപ്ലേറ്റ് വരും. A4 സൈസിൽ ഒരു ടെംപ്ലേറ്റ് വരും. പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോയിട്ട് ടൈപ്പ് ചെയ്യാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്.
അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യും വേണമെങ്കിൽ. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ കയറിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ വെബ്സൈറ്റ് വരും. അതിൽ നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഇതിനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പ് വെബ് എന്ന് പറയുന്ന സംവിധാനം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ നന്നാകും. ഇല്ലെങ്കിൽ ടെലിഗ്രാം ഉപയോഗിച്ച് ടെലിഗ്രാമിൽ ഫോണിൽ ടൈപ്പ് ചെയ്ത സാധനം എത്തിച്ചാലും മതി. ഇതൊക്കെയാണ് അതിന്റെ വഴികൾ. അപ്പൊ അതിൽ മറ്റൊരു മാർഗ്ഗമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഇതൊന്നും ഇല്ലാതെ നമുക്കുള്ളൊരു വാർത്ത, നമ്മുടെ വാർത്ത എന്താണോ അത് ടൈപ്പ് ചെയ്യുന്നു. വാർത്ത ടൈപ്പ് ചെയ്തിട്ട് നമ്മളത് കോപ്പി ചെയ്യുന്നു. വാർത്തയുടെ മാറ്റർ കോപ്പി ചെയ്യുന്നു. ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഉബുണ്ടുവിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ധാരാളം വാർത്ത ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ എന്റെ വാട്സപ്പിനകത്തുള്ള ഒരു വാർത്ത കോപ്പി ചെയ്യാം. ആ വാർത്ത കോപ്പി ചെയ്യുന്നു. ആ വാർത്തയുടെ ഭാഗം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇപ്പൊ ഒരു വൃത്തിയിലല്ല വന്നിരിക്കുന്നത്. അതിന്റെ ഫോണ്ട് കുറച്ചുകൂടെ ചെറുതാക്കണം. ഫോണ്ട് കുറച്ചുകൂടെ ചെറുതാക്കി ഇതിന്റെ ടെക്സ്റ്റിന്റെ ഒരു ടൂളാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗം ടെക്സ്റ്റ് ടൂൾ കിട്ടാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന്റെ ടൂൾ എടുക്കുന്നു. ആ ടൂളിനകത്ത് ഈ ഫോണ്ടിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫോണ്ടിന്റെ ഹൈറ്റ് ഒക്കെ പല ഹൈറ്റിലാണ് ഉണ്ടാകുക. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ മൗസ് കൊണ്ട് അത് സ്ക്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരുന്നത്. ചിത്രം കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ ചിത്രങ്ങൾ ഇതേപോലെ ഒരു ഫോൾഡറിനകത്തേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. ആ ചിത്രങ്ങൾ ഫോൾഡർ സൈഡിലൂടെ തുറന്നിട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ ഫയലിനകത്ത് ഓപ്പൺ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചിത്രം ഏത് ഫോൾഡറിനകത്താണോ ഉള്ളത് ആ ഫോൾഡറിന്റെ അകത്തേക്ക് പോയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പൊ അതിനെക്കാട്ട് എളുപ്പമുള്ള വഴി ഫോൾഡർ താഴെ നിന്ന് തുറന്ന് വെച്ചിട്ട് ഫോൾഡറിന്റെ അകത്തുനിന്ന് വലിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു പത്രം ക്രിയേറ്റ് ചെയ്തത്. ഞാൻ പത്രത്തിന് മുഴുവൻ ഭാഗം ഇപ്പൊ കാണിക്കാൻ നിർവാഹമില്ല. അത് നമ്മുടെ റെക്കോർഡിംഗ് വീഡിയോ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരും. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രോസസ്സ് മുഴുവൻ പറയുന്നുണ്ടാകും. അതുവഴി കാണാവുന്നതാണ്. ഇത്രയാണ് ഈ സംശയത്തിന്റെ ഉത്തരം. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം മറ്റാർക്കെങ്കിലും. നേരിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് മലയാളം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോ പറയും. എനിക്ക് അങ്ങനെ അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും കാണിച്ചതും. നിങ്ങൾക്ക് മലയാളം കമ്പ്യൂട്ടർ കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞുതരാമോ? ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ജിം ഇൻസ്റ്റാൾ ചെയ്യാൻ വിൻഡോസ് ആണോ ഉബുണ്ടു ആണോ യൂസ് ചെയ്യുന്നത്? ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്റെ കമ്പ്യൂട്ടർ സ്ക്രീന് ഉബുണ്ടുവിൽ ഓൾറെഡി ജിം ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ സർ. ഉബുണ്ടുവിന്റെ അകത്ത് അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ജിബ് കാണാവുന്നതാണ്. ഉബുണ്ടുവിൽ പുതിയ ജിം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ സെന്ററിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എല്ലാ സ്കൂളിനകത്തും ഒരു IT കോർഡിനേറ്റർ ഉണ്ടാവേണ്ടതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ പരിപാലിക്കാൻ. അദ്ദേഹത്തിന്റെ അടുത്തൊരു സർക്കുലർ കഴിഞ്ഞൊരു മാസത്തിനിടയിൽ വന്നിട്ടുണ്ടാകും. പഴയ പഴയ ഉബുണ്ടു സോഫ്റ്റ്വെയറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശീലനങ്ങളൊക്കെ കഴിഞ്ഞൊരു 3 മാസത്തിനിടയിൽ നടന്നിട്ടുണ്ട്. അതിനകത്ത് പുതിയ ഉബുണ്ടു വേർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജിംബിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾക്കത് ഒന്ന് തുറക്കാൻ അവിടെ ജിംബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങളുടെ IT ടീച്ചർ എടുത്ത് ജിംബ് തുറക്കുന്ന ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും കാണിച്ചു തരും. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ പ്രോസസ്സും സെയിം ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വർക്ക്ഷോപ്പുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം. എന്റെ പേര് അനുരാഗ്. ഞാൻ കാർത്തികപ്പള്ളി നോർത്ത് MLP സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം ഒന്നഴക് എന്ന് പറയുന്ന നമ്മുടെ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞൊരു മാസമായിട്ട് പ്രവർത്തിക്കുന്നു. നാട്ടിൽ പടവ് തിയേറ്റർ കണ്ണൂർ എന്ന് പറയുന്ന കൂട്ടായ്മയിൽ ക്രിയേറ്റീവ് ഡ്രാമ വർക്ക്ഷോപ്പുകളും ക്യാമ്പുകളൊക്കെ നടത്തി വരുന്നു. നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണാൻ കഴിയട്ടെ.